എൻ്റെ സഹപ്രവർത്തകന്മാരായ മുഷാവറ അംഗങ്ങളെ, സയ്യിദ് അലി ബാപ്പക്കിത്തങ്ങൾ, സയ്യിദ് അലി ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സാദാത്യങ്ങളെ, മറ്റേ സദസ്സിൽ സന്നിഹിതരായ മുഴുവൻ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ ദീനിലായ പ്രവർത്തകർ, സുന്നി സംഘടനകളുടെ അംഗങ്ങൾ, പ്രവർത്തകന്മാർ, ഈ സദസ്സ് നമ്മളിവിടെ ഒരുക്കിയത് നമ്മുടെ മഹത്തായ സംഘടന സമസ്ത കേരള ജമീയത്തുൽ ഉലമ, അതിൻ്റെ 100ാം വാർഷികമാണ്. അത് സ്വാഗത പ്രസംഗത്തിൽ നിങ്ങളെ ഉണർത്തുകയും ചെയ്യും. 100ാം വാർഷികം 2026 ഇന്ന് തന്നെ ഈ 3 വർഷത്തേക്കുള്ള കർമ്മ പദ്ധതികളും നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് സുൽത്താൻ മായപ്പി ഉസ്താദ് അവസാനം പ്രഖ്യാപിക്കും. നമ്മുടെ ഈ 100ാം വാർഷിക പ്രഖ്യാപന സമ്മേളനത്തിൽ ഇവിടെ സംബന്ധിക്കാൻ മഹാനവറുകൾക്ക് തൗഫീഖ് നൽകി, ആരോഗ്യം നൽകി, ആയുസ് നൽകി അള്ളാഹുവിനെ നമുക്ക് വളരെയേറെ സ്തുതിക്കാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ആ തണൽ ഇനിയും ഒരുപാട് കാലം അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് റബ്ബുൽ ഇസ്സത്തിനോട് നമുക്ക് ദുആ ചെയ്യുകയും ചെയ്യാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എനിക്ക് 10 മിനിറ്റാണ് തന്നത്. അതുകൊണ്ട് കുറേ സംസാരിക്കാനില്ല. ഇന്നത്തെ ഇൻദല്ലാഹിൽ ഇസ്ലാം. ഞാൻ ഈ ആയത്ത് ഒരു ഹുർമത്ത്, ഒരു ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഓതിയത്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഏകദേശം ഒരു 16 വയസ്സുള്ള സമയത്താണ് ഇവിടെ ഖാദിയാനികൾക്കെതിരായി ഒരു സമ്മേളനം ഞങ്ങളുടെ മുഗറാലിലും വിദേഹത്തിൻ നീലകാർക്കെതിരായി താജുശ്ശേരിയുടെ നേതൃത്വത്തിലായി ഞങ്ങൾ കുമ്പോലിൻ്റെ അടുത്ത് സിറിയയിലും 2 സ്ഥലത്തും മഹാനായ ശംസുല്ലമ ഖുത്ബി തങ്ങളെ കൊണ്ടുവന്നിരുന്നു. അന്ന് അദ്ദേഹം ഓതിയ ആയത്തും ഹദീസുമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ബറക്കത്തിന് വേണ്ടി ഓതിയത്. അന്ന് അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ദീൻ അത് ഇസ്ലാം ദീൻ മാത്രമാണ്. ആ ദീൻ നമ്മളെങ്ങനെ മനസ്സിലാക്കണം? അത് അല്ലാഹു ഹബീബായ നിബിധങ്ങൾക്ക് നൽകുകയും തങ്ങൾ അവിടുത്തെ പരിശുദ്ധാത്മാക്കളായ സഹാബികൾ, നക്ഷത്രത്തിൻ്റെതായ സഹാബികൾ, അവർ ആര് തുടർന്നിരുമോ അവർക്ക് ഹിദായത്തും നേർവഴിക്കുമുണ്ട് എന്നാണ് മഹാനായ ഖുത്ബി തങ്ങൾ പറഞ്ഞത്. ഇന്നും ഞാൻ ഓർമ്മിക്കുകയാണ്. അവരോടുകൂടി അള്ളാഹു സ്വർഗീയ ജീവിതം നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. വളരെ ചുരുക്കുകയാണ്. അപ്പം ആ ദീൻ, അതിൻ്റെ പൂർത്തീകരണം എന്നുള്ള നിലക്കാണ് അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീൻ. പൂർണ്ണമായി ഹബീബായ നബിതങ്ങൾക്ക് ദീൻ പൂർത്തീകരിച്ചു. പരിശുദ്ധ ഇസ്ലാം ദീനായ നിങ്ങൾക്ക് അല്ലാഹു പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്യും. ഹബീബായ നബിതങ്ങൾ 23 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് 40-ൽ നിന്ന് 63 ആകുമ്പോൾ വഫാത്താവുകയാണെങ്കിൽ അത് മുഴുവനും പരിശുദ്ധാത്മാക്കളായ സഹാബികളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു, പ്രവർത്തിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് തെളിവ്. അതിനിങ്ങോട്ട് ആ സഹാബികൾ എന്താണോ കാണിച്ചു തന്നത് അതാണ് നമുക്ക് മാതൃക. റസൂലുള്ളാഹിന്റെ സഹാബി. ഞാൻ ചുരുക്കുകയാണ്. അതിൽപ്പെട്ടവരാണ് മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു തങ്ങൾ. അവരുടെ ചാരത്ത്, അവരുടെ നാമധേയത്തിൽ
നമ്മൾ തയ്യാറാക്കിയ ഈ ഗ്രൗണ്ടിലാണ് നാം ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ ചുരുക്കുകയാണ്. നമുക്ക് മാതൃക അത് തന്നെ. ഇവിടെ താങ്കൾ ജമാഅത്തിന്റെ മുമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മാലിക് ദിനാർ പണി, അവിടെ മറപ്പെട്ട് കിടക്കുന്ന മാലിക് ദിനാർ മുതൽ ഇന്ന് വരെ നടന്നു വന്ന ആ വഴിയാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത്. അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. ഓരോന്ന് പറയുമ്പോൾ സമയമാകും, മറ്റുള്ളവർ സംസാരിച്ച് ഞാൻ പൂർണ്ണത്തെയല്ല. അന്ന് മുതൽ ആ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ എന്താണ് അതെല്ലാം ഇന്നും നിലനിൽക്കുന്നു നമ്മൾ കൂടി എന്നുള്ളതിന് മറ്റൊരു തെളിവ് നമുക്ക് ആവശ്യമില്ല. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പോലെ തന്നെ 20ാം നൂറ്റാണ്ട് ആദ്യകാലത്ത് പുതിയ ചിന്തകളും പുതിയ നിലക്കുള്ള വിശ്വാസങ്ങളും ആദർശങ്ങളും നമ്മുടെ ദീനിൽ കടന്നുകൂടിയപ്പോൾ മർഹൂം മഹാനാവരക്കൽ തങ്ങളുടെ നേതൃത്വത്തിൽ സംഘടന രൂപീകരിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഈ പിഴച്ച വാദങ്ങളെയൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യം മുസ്ലിം ഉമ്മത്തിന് മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ള നിലയ്ക്ക് സംഘടിപ്പിച്ചതാണെങ്കിൽ അതിന് 100 വയസ്സ് തികയുകയാണ്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, എല്ലാ രംഗങ്ങളിലും മത ഭൗതിക വിദ്യാഭ്യാസ രംഗങ്ങളിലും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലും ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങളിലും അൽഹംദുലില്ലാഹ് വളരെയധികം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ 3 വർഷത്തെ പദ്ധതികൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ ഒന്നുകൂടി പല പ്രോജക്റ്റുകളും നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതെല്ലാം അള്ളാഹു മഹാനായ മാലിക് ദിനാർ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് വളരെ വേഗത്തിൽ ഇസ്സത്തോടുകൂടി പൂർത്തിയാക്കുകയും 100ാം വാർഷികം വളരെ ആവേശത്തോടെ വളരെ ആത്മാർത്ഥമായി വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ മുന്നിലുള്ള എല്ലാ മുസാഫിർ നേതാക്കന്മാരുടെയും കീഴിലായി നമുക്ക് നടത്തുവാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തോടെ ഞാൻ ഉപകരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. In the grand celebration of Samasta Kerala Jam'iyatul Ulama Centenary Promulgating Conference, now inaugural address. العنوان العالمي لمسلم الهند النموذج العظمى للعلماء والدعاة سمي الثالث مفتي الديار